സ്വാതന്ത്ര്യ സമര സേനാനികളെ സ്മരിക്കാനും അവരുടെ സംഭാവനകൾ നമുക്ക് സമൂഹത്തെ തുറന്നു കാട്ടാനും ഈ അവസരം വിനിയോഗിക്കണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷകരമായ ഒരു സായാഹ്നം ഞാൻ നേരുന്നു. ഇന്നത് ഒരു ഉത്സവമാണ്. അവർ എപ്പോഴും ജനങ്ങൾക്കിടയിലാണ്. അവരുടെ സ്നേഹത്താലും വാത്സല്യത്താലും നിറയപ്പെട്ട്, അവരുടെ സങ്കടങ്ങളിലും പ്രശ്നങ്ങളിലും ആകുലപ്പെട്ട് സ്നേഹവും കരുതലും പങ്കുവയ്ക്കലാണെന്ന് മനസ്സിലാക്കിയ രണ്ടുപേർ. കന്റോൺമെന്റ് ഹൗസിലേക്ക് ഇ ക്ലാസ് ബെൻസ് കാർ കടന്നു വന്നപ്പോൾ ആതിഥേയൻ ഭൂമുഖത്ത് തന്നെയുണ്ട്. പതിവ് പോലെ ശുപാർശക്കാരാലും പരാതിക്കാരാലും രാഷ്ട്രീയക്കാരാലും ചുറ്റപ്പെട്ട് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ഉമ്മൻചാണ്ടി ആകാംക്ഷയും ആരാധനയും നിറഞ്ഞ സ്നേഹമുഖങ്ങളിലേക്ക് ചിരിയുടെ നനുത്ത അലകളെറിഞ്ഞ് മോഹൻലാൽ. മോഹൻലാലിനെ കന്റോൺമെൻറ്റ് ഹൗസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഇതാണ് പിന്നെ സാധാരണ പ്രതിപക്ഷ നേതാക്കന്മാരുടെ വീടായിട്ട് അനുവദിക്കുന്ന ഇതാണ്. പക്ഷെ ഞാനിപ്രാവശ്യം ഇത് പിന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസായിട്ട് ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ താമസം പൂജപ്പുരയിലുള്ള എൻ്റെ സ്വന്തം വീട്ടിലാണ് താമസിക്കുന്നത്. ഏതായാലും പ്രത്യേകമായ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ലാലേട്ടന് സന്തോഷമായിരുന്നു ഒരിക്കലെങ്കിലും വേറൊരാളോട് ചോദ്യം ചോദിക്കാൻ പറ്റിയതിൽ. ഒരു അഭിമുഖക്കാരൻ്റെ മുഖം സ്വയം എടുത്തണിഞ്ഞ് പ്രതിപക്ഷ നേതാവിൻ്റെ ഉത്തരങ്ങളിലേക്ക് ഒരു ചോദ്യകർത്താവായി മോഹൻലാൽ. എനിക്ക് വളരെ വിചിത്രമായിട്ട് ഉള്ളൊരു അനുഭവമാണ്. കാരണം സാറിന് പലപ്പോഴും ഈ ഇൻ്റർവ്യൂകളിൽ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ഞാൻ ഉത്തരം പറയുകയും ചെയ്യുന്ന ഒരാളാണ്. സാറിനെ സംബന്ധിച്ചോളം സാറ് വളരെയധികം ചോദ്യങ്ങൾ ചോദിക്കുകയും ഉത്തരം കിട്ടുന്നിടം വരെ ആ ചോദ്യങ്ങൾ ചോദിക്കുക, അതിൻ്റെ ഉത്തരം വാങ്ങിയെടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങയോട് സംസാരിക്കുന്നതിൽ എനിക്ക് എന്താ പറയേണ്ട ഒരു പ്രത്യേക സന്തോഷമുണ്ട്. അതുപോലെ തന്നെ സാധാരണ അങ്ങനെ ഒരു ടെൻഷൻ എന്നല്ല പറയുന്നത്, എന്താണ് ചോദിക്കേണ്ടതെന്നുള്ള അങ്ങനെ ഒരു പ്ലാനിങ് ഒന്നും ഇല്ലാത്ത ഒരു സംസാരത്തിലേക്ക് നമുക്ക് കിടക്കാം. സിനിമ കാണുന്നതിലൊക്കെ ചെറുപ്പത്തിലൊക്കെ എനിക്ക് വലിയ താല്പര്യമുള്ള ആളായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് ഈ ഓരോരോ ഉത്തരവാദിത്തങ്ങളും ഒക്കെ വന്ന വളരെ ബിസി ആയ സാഹചര്യത്തിൽ സിനിമ കാണാൻ ആഗ്രഹമുണ്ടെങ്കിലും സാധിക്കാത്ത സ്ഥിതിയാണുള്ളത്. പക്ഷേ നിങ്ങൾ ആദ്യം അഭിനയിച്ച സിനിമ മഞ്ഞിൽ പൂക്കൾ ഞാൻ കണ്ടു. എനിക്ക് മോഹൻലാലിൻ്റെ അഭിനയം വളരെ ഇഷ്ടപ്പെട്ടു. അന്ന് ഞാൻ മോഹൻലാലിനെ അറിയുന്നത് മിസ്റ്റർ വിശ്വനാഥൻ നായരുടെ മകൻ എന്ന നിലയിലാണ്. അന്ന് സിനിമയിലേക്ക് വന്ന് ഒരു പ്രശസ്തിയൊന്നും ആയില്ല. ആദ്യമായിട്ട് അഭിനയിച്ചതാണ്. പക്ഷേ വിശ്വനാഥൻ നായരുമായിട്ട് എനിക്ക് വളരെ അടുപ്പം. അദ്ദേഹം ലോ സെക്രട്ടറി ആയിട്ടിരുന്ന അവസരത്തിൽ എനിക്ക് മാത്രമല്ല, എന്നോട് പറഞ്ഞിട്ടുള്ള എല്ലാ മന്ത്രിമാരും, കാരണം അദ്ദേഹം കാര്യങ്ങൾ പഠിക്കുകയും അദ്ദേഹം ഒരു അഡ്വൈസ് കിട്ടിയാൽ അത് ഫൈനലായിരിക്കും. അങ്ങനെ വളരെ അടുപ്പമുള്ള വിശ്വനാഥൻ നായരുടെ മകൻ എന്ന നിലയിലാണ് എനിക്ക് ആദ്യം മോഹൻലാലിനുമായിട്ടുള്ള ഒരു പരിചയം വന്നത്. പക്ഷേ അതിനുശേഷം നിങ്ങൾ സിനിമാ ലോകത്തും അതിനുശേഷം സാമൂഹ്യ രംഗത്തും എല്ലാം നേടിയ നേട്ടങ്ങളിൽ ഞാൻ വളരെ സൂക്ഷ്മതയോടുകൂടി അത് വാച്ച് ചെയ്യുകയും അതിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അച്ഛനെ പറ്റി പരാമർശിച്ച് വളരെ നല്ല കാര്യം. ഞാൻ ചില പത്രങ്ങളിലൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ഞാൻ അച്ഛനെ കണ്ടാണ് വളർന്നത്. അച്ഛന് വളരെ ഈ പ്രൊഫഷൻ എന്ന് പറയുന്നതിൽ വളരെയധികം ആത്മാർത്ഥത കാണിക്കുന്ന ഒരാളായിരുന്നു. അന്ന് ഏതാണ്ട് രാത്രി 3 മണി വരെയൊക്കെ ഫയൽ നോക്കിയിട്ടായിരുന്നു അച്ഛൻ എല്ലാ ദിവസവും കിടക്കുന്നത്. പിൽക്കാലത്ത് നമ്മുടെ സ്വഭാവത്തിനും അതൊരു പക്ഷേ വന്നിട്ടുണ്ടാകും. ഞാനും എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നതിൽ നമ്മൾ എത്രയും അങ്ങയെക്കുറിച്ചും അങ്ങനെയാണ് കേൾക്കുന്നത്. കാര്യം ഇപ്പോൾ ഞാൻ ചോദിച്ചു അങ്ങ് ഊണ് കഴിച്ചോ എന്ന് ചോദിച്ചാൽ ഊണ് പോലും കഴിക്കാതെ
അപ്പോൾ അതിൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരാളുമാണ് ഭക്ഷണം കഴിക്കാതെ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ആരോഗ്യം നോക്കാതെ. അപ്പോൾ പ്രൊഫഷൻ എന്ന് പറയുന്നതിൽ കൂടുതൽ ആത്മാർത്ഥത എന്ന് പറയുന്നൊരു സംഭവം നമ്മളിലേക്ക് കൾട്ടിവേറ്റ് ചെയ്തെടുത്തത് ഒരു പക്ഷേ എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ആളുടെ സ്വാധീനം വളരെ വലുത്. സിനിമ എന്ന് പറയുന്നത് എൻ്റെ 30ാമത്തെ വർഷമാണ് ഇപ്പോൾ സിനിമയിൽ വന്നിട്ട്. അപ്പോൾ 30 വർഷം കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ സിനിമ കണ്ടതിന് ശേഷം. അങ്ങ് എത്ര വർഷമായി ഇതിലേക്ക് കടന്നു വന്നിട്ടെന്ന് അതിൽ കൂടുതൽ എത്രത്തോളം? ഞാൻ പിന്നെ പൊതുപ്രവർത്തനത്തിൻ്റെ സ്കൂൾ ഡേയ്സ് തൊട്ടേ തുടങ്ങി. ഞാൻ MLA ആയിരുന്നു 1970-ലാണ്. ഇപ്പം 38 വർഷം കഴിഞ്ഞു. 30 വർഷം. ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് 30 വർഷം നിൽക്കുക എന്ന് പറയുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ തീർച്ചയായിട്ടും എനിക്കറിയാം. അപ്പോൾ അത് നമ്മുടെ ഒരു ഗുരുത്വമായിട്ടും നമ്മളുടെ ഒരു പ്രൊഫഷനോടുള്ള ഒരു സിൻസിയറായിട്ടും ഞാൻ കരുതുന്നു. അപ്പോൾ നമ്മളോട് പല ആൾക്കാരും ഈ പുതിയതായിട്ട് വരുന്ന ആൾക്കാർ എന്താണ് സിനിമയിൽ ഞാൻ അഭിനയിക്കാൻ വരുന്നത്, എന്താണ് പറയേണ്ടത്, എന്താണ് അഡ്വൈസ് എന്ന് പറയുന്നത്, നമ്മൾ അഡ്വൈസ് കൊടുക്കാനൊന്നും തയ്യാറല്ല. പക്ഷേ നമ്മൾ പറയുന്നത് നിങ്ങളുടെ ജോലി എന്ന് പറയുന്ന ഒരു ഫയറാണ്. ആ ഫയർ കെടാതെ എത്ര വർഷം കൊണ്ടുപോകാൻ സാധിക്കുക എന്ന് പറയുന്നതാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവിലുള്ള എൻ്റെ പ്രൊഫഷണലിസം. അത് സക്സസ്ഫുള്ളായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് ഇപ്പോൾ സാറിൻ്റെ അടുത്ത് ഇപ്പോൾ ചോദിക്കേണ്ട കാര്യമില്ല. എനിക്ക് വളരെ വിചിത്രമായിട്ട് തോന്നുന്നു. ഞാൻ ഒരു പക്ഷേ കേരളത്തിൻ്റെ പുറത്ത് വളരെയധികം ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. ഇന്ത്യക്ക് പുറത്ത് വളരെയധികം ട്രാവൽ ചെയ്യുന്ന ആളാണ്. ഈ കഴിഞ്ഞ ഏതാണ്ട് ഒരു 10-20 വർഷമായിട്ട് നമ്മൾ കേൾക്കുന്ന കുറിച്ചൊരു പോസിറ്റീവായിട്ടുള്ള രീതിയിലല്ല. ഞാൻ അന്ന് പത്രങ്ങളിൽ എഴുതുകയൊക്കെ ചെയ്തിരുന്നു. ഇപ്പം ഞാൻ ഈ യൂറോപ്പിൽ ഏതാണ്ടൊരു 6 രാജ്യങ്ങളിൽ ഞാൻ 10 ഷോകൾ ചെയ്തപ്പോൾ അതിൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സിനിമയിൽ നിന്ന് കാര്യം കേരളത്തിൽ മാത്രമേ രാഷ്ട്രീയവും സിനിമയായിട്ട് ബന്ധമില്ലാത്തത്. ബാക്കി എല്ലാ സ്ഥലങ്ങളിലുണ്ട്. തമിഴ്നാട്ടിലായാലും അല്ലെങ്കിൽ തെലുങ്ക് ദേശത്തായാലും കർണാടകത്തിലായാലും മഹാരാഷ്ട്രയിലൊക്കെ സിനിമയും ഇല്ല. അപ്പോൾ ഈ ഞങ്ങളുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു സിനിമയിൽ നിന്നൊരാളെ MP ആയിട്ട് തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വോട്ടിംഗ് സിസ്റ്റമാണ്. അത് നമ്മുടെ പ്ലേയുടെ ഒരു ഭാഗമാണ്. അപ്പോൾ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ആദ്യമായിട്ട് നമ്മൾ ഈ കേരളത്തിലെ ബന്ധുകൾ ഹർത്താലുകൾ നടത്തും എന്ന് പറഞ്ഞ സമയത്ത് എല്ലാ സ്ഥലത്തും അതിനുള്ള പ്രതികരണം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1 മിനിറ്റ് നിലയ്ക്കാത്ത കൈയടിയായിരുന്നു. കാര്യം ഞാൻ പറഞ്ഞ ഏതാണ്ട് 72 ഹർത്താലുകൾ ബന്ധുകൾ ഈ വർഷം കേരളത്തിൽ നടന്നു. ഇതെന്തുകൊണ്ടാണ് സാർ ഇത് സംഭവിക്കുന്നത്? കാര്യം ഞാൻ തമിഴ്നാട്ടിലൊക്കെ ഞാൻ വളരെയധികം 30 വർഷമായിട്ട് ജീവിക്കുന്ന ആളാണ്. അവിടെ ഒരു നാഷണൽ ബന്ദ് വന്നാൽ പോലും നമ്മുടെ സിസ്റ്റത്തിനെ ഒരു തരത്തിലും ബാധിക്കാതെ, ആൾക്കാരെ ഒരു തരത്തിലും ബാധിക്കാതെ വളരെ മനോഹരമായിട്ടാണ് അവരത് കൊണ്ടുപോകുന്നത്. അത് പൂർണ്ണമായിട്ട് ശരിയാണ്. കേരളത്തിൽ മാത്രമാണ് നമുക്ക് നമ്മൾ ട്രാവൽ ഞാൻ സാർ അങ്ങ് ഒരു പക്ഷേ കേരളത്തിൽ ഞാൻ കഴിഞ്ഞ 30 വർഷമായിട്ട് എത്രയോ ലക്ഷം കിലോമീറ്ററുകൾ ട്രാവൽ ചെയ്യുന്ന ആളാണ്. അപ്പോൾ നമുക്ക് വഴി കൂടെ പോകുമ്പോഴൊക്കെ ഭയങ്കരമായ സങ്കടകരമായ കാര്യങ്ങളാണ്. ബന്ധു സമയത്ത് ഒരു സ്ഥലത്ത് പോകാൻ പറ്റാതായി. ഇതാണ് ഏറ്റവും വലിയൊരു കുഴപ്പമായിട്ട് ആൾക്കാർ പറയുന്നത്. ഒരു ഇൻഡസ്ട്രി ഇങ്ങോട്ട് വരാനോ അല്ലെങ്കിൽ എപ്പോഴും നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ കേരളത്തിനെ പറ്റി മോശമായിട്ട് ആൾക്കാർ പറയുന്നത് കേൾക്കുമ്പോൾ വളരെയധികം സങ്കടം തോന്നും. ഒരു ഇൻഡസ്ട്രി വരാൻ ഞങ്ങൾ തയ്യാറാണ്, പക്ഷേ നിങ്ങളവിടെ പാർട്ടി. അപ്പോൾ ഇത് ഒരു കൾട്ടിവേറ്റ് ചെയ്ത ഒരു രാഷ്ട്രീയ ബോധം ആൾക്കാരിലുണ്ടാക്കി എൻ്റെ ഒരു പ്രത്യാഘാതമാണോ അതോ അവർക്കതിനെ പ്രോപ്പറായിട്ടൊരു ഗൈഡൻസ് കിട്ടാത്തതുകൊണ്ടാണ് ആൾക്കാർ? കേരളത്തിന് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഇതായിപ്പോയി. അത് മോഹൻലാൽ പറഞ്ഞ വികാരത്തോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. നമുക്കുണ്ടാക്കുന്ന നഷ്ടമെന്ന് പറയുന്നത് ആ ഒരു ദിവസത്തെ നഷ്ടമല്ല, അതുണ്ടാക്കുന്ന ഇംപ്രഷൻ. ഒരു ദിവസം നമ്മൾ പുറകോട്ട് പോവുകയാണ്, അങ്ങോട്ട് വളരെയധികം നമ്മൾ പുറകോട്ട് പോവുകയാണ്. മറ്റ് സ്റ്റേറ്റുകളിലൊക്കെ പിന്നെ സമരങ്ങളുണ്ട്, ഹർത്താലുകളുണ്ട്, ബന്ധുകളുണ്ട്. പക്ഷേ അതിനോട് യോജിക്കുന്നവർക്ക് ആ സമരത്തിൽ പങ്കെടുക്കുക, യോജിക്കാത്തവർക്ക് അവരുടേതായി പണിക്ക് പോകാം. ഇവിടെ അതല്ല. ആരാഹ്വാനം ചെയ്താലും ഇവിടെ സ്തംഭിക്കണം. അത് ആണ് ഇവിടുത്തെ പ്രശ്നം. കാരണം എനിക്ക് സമരം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സമരം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം വേണമെന്നുള്ള ആവശ്യക്കാരൻ തന്നെയാണ് ഞാൻ. പക്ഷേ അതുപോലെ തന്നെ ആ സമരത്തിൽ നിന്ന്, ഞാൻ ആഹ്വാനം ചെയ്യുന്ന സമരത്തിൽ നിന്ന് മാറി നിൽക്കാനുള്ള സ്വാതന്ത്ര്യം മിസ്റ്റർ മോഹൻലാലും ഉണ്ടാകണം. അതുപോലെ ഞാൻ ആഹ്വാനം ചെയ്യുന്ന സമരത്തിൽ എല്ലാവരും ജോയിൻ ചെയ്യണമെന്നും പറയാൻ പറ്റില്ലല്ലോ. കളക്റ്റീവ് തിങ്കിങ് അല്ലല്ലോ. പക്ഷേ അതാണ് കേരളത്തിൽ നടക്കുന്നത്. കേരളത്തിൽ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ ഇതിനൊരു മാറ്റം വരണം എന്നുള്ളതിനോട് പൂർണ്ണമായി യോജിക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് തന്നെ സാധാരണ പ്രതിപക്ഷത്തിരിക്കുമ്പോഴാണ് സമരം ചെയ്യേണ്ടത്. ഞങ്ങളിപ്പോൾ ഈ 30 മാസക്കാലം ഞങ്ങൾ ഒരൊറ്റ ഹർത്താലേ നടത്തിയുള്ളൂ, UDF. പക്ഷേ 4 ഹർത്താൽ നടത്തിയത് ഭരണത്തിലിരിക്കുന്നവരാണ്. പിന്നെ മറ്റ് നിരവധി ഹർത്താലുകൾ ഓരോരുത്തരും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ തമിഴ്നാടിനെ കുറിച്ച് ഞാൻ
പുകഴ്ത്തി പറയുകയോ അങ്ങനെയൊന്നുമല്ല. കാര്യം ഏത് മന്ത്രിസഭ അവിടെ മാറി വന്നാലും അവർക്ക് സ്റ്റേറ്റിന് വേണ്ടി ചെയ്യാനിരിക്കുന്ന ഒരു പ്രോജക്റ്റ് മറ്റവർ വന്നു കഴിഞ്ഞാൽ അവരത് കംപ്ലീറ്റ് ചെയ്യും. അവർ ആ സ്റ്റേറ്റിൻ്റെ പ്രോഗ്രസ്സിനെ തകർക്കില്ല. പക്ഷെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ള എത്രയോ സ്ഥലങ്ങൾ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് പാലങ്ങളോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ പലതും പണിഞ്ഞിട്ട് പകുതിയായി കിടക്കുക, അല്ലെങ്കിൽ പണി കഴിഞ്ഞിട്ട് അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇതൊക്കെ വരുമ്പോൾ ഒരു സാധാരണ ഒരു ഇന്ത്യൻ പൗരൻ അല്ലെങ്കിൽ കേരളീയൻ രീതിയിൽ നമുക്ക് വളരെ സങ്കടം തോന്നും. കാര്യം ഇപ്പം ഞാൻ മിഡിൽ ഈസ്റ്റിലൊക്കെ പോയിട്ട് സാർ, ഞാൻ ഈ മുലാബ എന്നൊക്കെ പറയുന്ന സ്ഥലമുണ്ടെന്ന് പറഞ്ഞാൽ ഇബ്രി എന്ന് പറഞ്ഞ മസ്കറ്റിൻ്റെ വളരെ ഇൻറ്റീരിയറിലാണ്. അവിടെ മീൻ പിടിക്കുന്ന മലയാളികളുണ്ട് സാർ. അപ്പോൾ ഈ കേരളീയൻസിൻ്റെ ടോളറൻസ് ലെവൽ വളരെ കുറവെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ അവിടെ അവരെ പോയി ജോലി ചെയ്യും. ആൻഡ് വെളിയിലൊക്കെ ഇപ്പോൾ അമേരിക്കയിലായാലും എന്തോരം ടോപ്പ് പൊസിഷനിലുള്ള മലയാളികളാണ് അവിടെ ജോലി ചെയ്യുന്ന മലയാളികളാണ്. പെട്രോൾ അവരവിടെ എല്ലാം പോയി ജോലി ചെയ്യാൻ തയ്യാറാകുകയും ഇവിടെ വരുമ്പോൾ അത് ജോലി ചെയ്യാൻ അതിനൊരു മടി കാണിക്കുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ട്. ഇതൊരു സിസ്റ്റം എന്ന് പറയുന്നത് വളരെ വർഷങ്ങളായിട്ട് ഉണ്ടായി അതൊരു നമ്മുടെ സ്വഭാവത്തിലേക്ക് കയറിപ്പറ്റിയിരിക്കുന്നത്. അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ ഒരു ഹർത്താലും ആഹ്വാനം കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും അതങ്ങ്. ഞാൻ ഈയിടെ വളരെ രസകരമായ ഒരു ഇൻ്റർനെറ്റിൽ വായിച്ചത്, ലോകത്തിൻ്റെ ഏറ്റവും പൊക്കത്തിലിരിക്കുന്ന ഒരു മലയാളിയാണെന്നാണ്. കാര്യം ബുർജ് എന്ന് പറയുന്ന മിഡിൽ ഈസ്റ്റിൽ ദുബായിലൊരു ഏറ്റവും പൊക്കം കൂടിയ ഒരു ബിൽഡിംഗ് പണിയുന്നുണ്ട്. അതിൻ്റെ മുകളിലിരിക്കുന്ന ക്രെയിൻ ഓപ്പറേറ്റർ ബാബു എന്ന് പറയുന്ന ഒരാൾ മലയാളിയാണ്. എന്നുള്ള അയാൾക്ക് ഓക്സിജൻ വരെ കിട്ടുന്നില്ല. അപ്പോൾ അവിടെ വരെ കയറി പറ്റി നിന്ന് ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു ഫയറുള്ള ആൾക്കാരാണ്. അപ്പോൾ ഒരു നേതാവ് എന്നുള്ള രീതിയിൽ അങ്ങേക്ക് ഇത് ശരിക്കും ഈ സിസ്റ്റത്തിനെ ഉടച്ച് വാർക്കാൻ. കാര്യം നമ്മൾ പലപ്പോഴും ഈ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ എൻ്റെ കൂടെ എത്രയോ സെക്രട്ടറിമാർ ട്രാവൽ ചെയ്യാറുണ്ട്, കേരളത്തിലല്ലാത്ത ആൾക്കാർ. അപ്പോൾ അവരൊക്കെ വന്ന് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന കേരളത്തിലെ ഈ കേഡർ വൈസ് കേരളത്തിലായാലും അവർക്ക് കേരളത്തിലോടുള്ള താല്പര്യം കൊണ്ടാണ് ഞങ്ങളിവിടെ വർക്ക് ചെയ്യുന്നതെന്നും ടോട്ടൽ സെറ്റപ്പിലൊക്കെ അവർ ഭയങ്കര അസംതൃപ്തരാണ്. ഇത്രയും നല്ലൊരു സ്റ്റേറ്റിനെ സാറ് നേരത്തെ പറഞ്ഞാൽ ഏറ്റവും ഭയങ്കര ജോഗ്രഫി വൈസും വളരെയധികം പ്രത്യേകതകളുള്ള ഒരു സ്ഥലമാണ് കേരളം. പല സ്ഥലങ്ങളും ബിലോ സീ ലെവലാണ്. ഇതെങ്ങനെയാണ് ഈ സിസ്റ്റം പോയി വരുന്നതെന്ന് അറിയില്ല. അത്ര പ്രത്യേകതകളുള്ള സ്ഥലമാണ്. അപ്പോൾ ഇതിനെ എങ്ങനെ ഇപ്പോൾ ഞാൻ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്ന അല്ലെങ്കിൽ ആർട്ട് എന്നുള്ള ഉൾപ്പെടുന്ന ഈ സമൂഹത്തിന് എങ്ങനെ ഈ സിസ്റ്റത്തിനെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ കഴിയുന്നത്? നമ്മുടെ മൈൻഡ് സെറ്റ് മാറേണ്ടിയിരിക്കുന്നു. ഇവിടെ ആര് ചെയ്യുന്നു നോക്കിയാണ് അല്ലാതെ എന്ത് ചെയ്യുന്നു എന്നല്ല. അതാണ് എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല. അപ്പം നമ്മളതിൻ്റെ മൈൻഡ് സെറ്റ് മാറേണ്ടിയിരിക്കുന്നു. ഇവിടെ ഏത് പ്രശ്നങ്ങൾ വന്നാലും വിവാദങ്ങളാണ്. അതിന് വളരെ ഫോഴ്സ്ഫുള്ളായിട്ട് അടക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു റെവലേഷൻ, ഒരു വെളിപാടും ഉണ്ടാകണം, ഒരു റെവല്യൂഷനും ഉണ്ടാകണം എന്ന് ഞാനൊരു സാധാരണക്കാരൻ എന്നുള്ള രീതിയിൽ ആഗ്രഹം. കാര്യം നമുക്ക് പലപ്പോഴും പേപ്പർ ഫ്രണ്ട് പേജ് വായിക്കാൻ മടിയാണ്. ആൾക്കാരെ കൊല്ലുക, ഒരു സിസ്റ്റം ഇത്രയും ചെറിയൊരു സ്മോൾ സ്റ്റേറ്റിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ലജ്ജാവഹമായിട്ടാണ് കാണുന്നത്. കാര്യം നമുക്ക് സിനിമയിലൂടെ അല്ലെങ്കിൽ ഒരാളെ ഭയങ്കരമായിട്ട് പ്രതികരിക്കാമൊക്കെ ചെയ്യാം. 2 മണിക്കൂർ മതി അത് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ 2 മണിക്കൂർ എന്നുള്ള 2 വർഷമാകുകയും അല്ലെങ്കിൽ 20 വർഷമായി മാറുന്ന ഒരു സന്തോഷകരമായ ഒരു അവസ്ഥയിലേക്ക് കേരളം നീങ്ങുമോ എന്നുള്ളതിന് എന്താണ് അങ്ങേയൊരു മറുപടി? കേരളത്തിൻ്റെ ഉള്ളത് നമ്മളെപ്പോലെ അനുഗ്രഹീതമായ ഒരു സ്റ്റേറ്റ് ഇല്ല. നമ്മുടെ കാലാവസ്ഥ, നമ്മുടെ വിഭവ സമ്പത്ത്, അതിലൊക്കെ ഉപരി നേരത്തെ മിസ്റ്റർ മോഹൻലാൽ തന്നെ പറഞ്ഞതുപോലെ ഏറ്റവും കഴിവുള്ള മനുഷ്യ സമ്പത്താണ് നമുക്കുള്ളത്. അത് ലോകത്ത് എവിടെ ചെന്നാലും മലയാളികളെ കാണാം. അവിടെ ഒക്കെ മലയാളികളുടെ പ്രവർത്തനത്തെക്കുറിച്ചും സേവനത്തെക്കുറിച്ചും നല്ലത് മാത്രമേ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുള്ളൂ. അങ്ങനെയുള്ള ഒരു സംസ്ഥാനം നമുക്ക് ഈ പറഞ്ഞതുപോലുള്ള തർക്കങ്ങളിലും വിവാദങ്ങളിലും പെട്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കാതെ ഇരിക്കുന്നു എന്നുള്ള വളരെ കഷ്ടമാണ്. അതിനെതിരെ ഒരു ശക്തമായിട്ടുള്ളത് അതിനകത്ത് സിനിമയിലുള്ള നിങ്ങൾക്ക് വലിയ സംഭാവന ചെയ്യാനുണ്ട്, സാഹിത്യകാരന്മാർക്ക് സംഭാവന ചെയ്യാനുണ്ട്. അതിലൊക്കെ ഏറ്റവും കൂടുതൽ നമ്മുടെ വിദേശത്തുള്ള മലയാളികൾ അവരാണ് ഈ മാറ്റങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഒക്കെ സ്ഥലത്ത് ഒരു 6 മാസം അല്ലെ 1 വർഷം കഴിയുമ്പോൾ മാറ്റങ്ങളാണ്, വലിയ മാറ്റങ്ങളാണ്. ഇവർ 5 വർഷം കഴിഞ്ഞ് നാട്ടിൽ അവധിക്ക് വന്നാലും നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ചൊന്നും മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നില്ല. അപ്പം ഞാനും വിദേശത്ത് പോകുന്ന അവസരങ്ങളിലൊക്കെ ഈ വിദേശത്തുള്ള മലയാളികളാണ് ഏറ്റവും കൂടുതൽ നാടിനെക്കുറിച്ചുള്ള വേദനകളും പ്രയാസങ്ങളും ഒക്കെ പങ്കിടുന്നത്. തീർച്ചയായിട്ടും. കാരണം അവർ അനുഭവസ്ഥരാണ്. അവിടെ ഓരോരോ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ അനുഭവസ്ഥരാണ്. അപ്പം ഞാൻ അവരോട് പറയും, നിങ്ങൾക്കാണ് കേരളീയ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്താൻ സാധിക്കുന്നത്. കാരണം നിങ്ങൾ ഇതിൻ്റെ നേട്ടങ്ങൾ, ലോകത്ത് വരുന്ന മാറ്റങ്ങളുടെ നേട്ടങ്ങൾ നേരിട്ട് അനുഭവിക്കുന്നവരാണ്. നിങ്ങളത് വരണം, പറയണം,
പിന്നെ പ്രചരിപ്പിക്കണം. അത് പേടിയായിട്ടാണ് പറയുന്നത്. ഇപ്പം ഞാൻ ലേ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഷൂട്ടിംഗ് കഴിഞ്ഞ് വരികയാണ്. ലേ എന്ന് പറയുന്നത് നമ്മുടെ അതിന് മുമ്പ് ഞാൻ ഷൂട്ട് ചെയ്തത് കാർഗിൽ, ദ്രാസ്. അവിടെ -65 ആണ്. -65 എന്ന് പറഞ്ഞാൽ ഒരു കേരളത്തിലൊരാൾക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല. കാര്യം ചിന്തിക്കാൻ പറ്റില്ല. അതിൻ്റെ കൂടെ കാറ്റൊക്കെ അടിക്കുമ്പോഴല്ലോ ശരിക്കും അവരുടെ ചെവിയിൽ നിന്നും മൂക്കിൽ നിന്നും ബ്ലഡ് വരെ വരും. ലേ എന്ന് പറയുന്ന സ്ഥലവും അവിടെ ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്യുമ്പോൾ -10 അപ്പം ഞാൻ ആലോചിക്കാറുണ്ട്, നമ്മൾ ഇങ്ങോട്ട് താഴോട്ട് വരുമ്പോൾ എന്തോരം മനോഹരമായ ഒരു സ്ഥലത്താണ് ജീവിതം. ലോകത്തിലെ എല്ലാ സൗത്ത് എന്ന് പറയുന്നത് നല്ലതായിട്ടാണ് പറയുന്നത്. സൗത്ത് ഇന്ത്യ ആയാലും അല്ലെങ്കിൽ സൗത്ത് അമേരിക്ക, സൗത്ത് ഫ്രാൻസ്, സൗത്ത് ആഫ്രിക്ക, ആ സൗത്തിൻ്റെ ഏറ്റവും താഴെയുള്ള ഏറ്റവും അനുഗ്രഹീതരായ നമ്മൾ ഇതെല്ലാം മറന്നുകൊണ്ട്, നമ്മുടെ സിസ്റ്റത്തിനെ മറന്നുകൊണ്ട്, നമ്മുടെ ധർമ്മങ്ങളെ മറന്നു. അപ്പോൾ ഞാൻ പലപ്പോഴും പറയുകയും ചെയ്തു. ഇതിൽ ഏറ്റവും വളരെ സങ്കടകരമായ ഒരു കമൻറ്റ് ഞാൻ കേട്ടത്, ഞാൻ ഈ ആർമി 2 സിനിമകൾ ചെയ്തിരുന്നു, ഞാൻ ആർമിയെക്കുറിച്ച് എഴുതിയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഒരു ബന്ദ് നടന്ന സമയത്ത് അതിൽ പേപ്പറിൽ എഴുതിയിരുന്നത്, കാശ്മീരിൽ ശ്രീനഗറിലുള്ള ഒരു ജവാൻ അയാൾ ഔട്ട് ബേസ്റ്റ് ചെയ്തിട്ട് പറയാണ്, നിങ്ങൾ ഒരു 5 ദിവസമെങ്കിലും അവിടെ വന്ന് താമസിക്കണം. അയാൾക്ക് ട്രെയിനൊക്കെ മിസ് ചെയ്തു, അയാൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾ 2 ദിവസം അവിടെ വന്ന് താമസിക്കുക, അപ്പോഴും നിങ്ങൾക്ക് നമ്മുടെ നാടിൻ്റെ മഹത്വം. കാര്യം ഇറ്റ് ഈസ് ഹ്യൂമൻലി പോസിബിൾ അല്ലാത്ത ടെറൈനിലും ക്ലൈമറ്റിലുമാണ് അവർ ജീവിക്കുന്നത്. നമുക്ക് ശരിക്ക് ക്ലൈമറ്റ് ഇല്ല, 365 ദിവസം പ്രവർത്തിക്കാൻ ക്ലൈമറ്റ് ഇല്ല. അല്ലെങ്കിൽ നമ്മളൊരു വാർ കണ്ടിട്ടില്ല, ഒരു ആർട്ടിലറി മൂവ്മെൻറ്റ് കണ്ടിട്ടില്ല. അപ്പം നമ്മൾ ഒന്നും കാണാതെ, അവിടെ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് ഒന്നും അറിയാതെ നമ്മൾ ഈ ചെറിയ ഒരു ഇതിൻ്റെ അകത്തിരുന്ന് ആൾക്കാർ വിളിക്കുകയാണ്. പക്ഷേ തീർച്ചയായിട്ടും ഇതിനൊരു മാറ്റം ഉണ്ടാകുമെന്നെങ്കിലും ഒരു പ്രതീക്ഷ അങ്ങേക്കുണ്ടോ? നിശ്ചയമായിട്ട് നമ്മൾ ഉണ്ടായേ പറ്റൂ. അതെ. അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് 5 വർഷത്തിനുള്ളിൽ 10 വർഷത്തിനുള്ളിൽ കേരളം ഇല്ലാതായി പോകുന്നൊക്കെ പറയുന്ന ഒരു നമ്മൾ പിന്നെ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും മുന്നിലായിരുന്നു. ആ കണക്ക് വെച്ച് നോക്കിയാൽ IT രംഗത്തും നമ്മൾ മുന്നിൽ വരേണ്ടതായിരുന്നു. അതെ. പക്ഷേ IT രംഗത്ത് ഇന്ന് ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന കർണാടക, പിന്നെ തെലുങ്ക് ആൾക്കാർ. അപ്പോൾ കർണാടകത്തിന് 55,000-ൽ പരം കോടി രൂപയാണ് കഴിഞ്ഞ വർഷത്തെ അവിടെ IT എക്സ്പോർട്ട്. കേരളത്തിൻ്റെ 1200 കോടി. അപ്പം എത്രയോ പ്രോജക്റ്റുകൾ ഇവിടെ വന്നാണ് സാർ. എനിക്കറിയാം, വല്ല കാർ കമ്പനികൾ ഇവിടെ വന്നാണ്, IT പ്രോജക്റ്റുകൾ വന്നാണ്. പക്ഷെ അതൊന്നും ഒരു 2 രീതിയിൽ പറയാം. പക്ഷേ അത്തരം കാര്യങ്ങൾ വരാതെ കേരളം അതുപോലെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നു എന്ന് പറയാം. എങ്ങനെയുണ്ട് പിന്നെ മിസ്റ്റർ മോഹൻലാലിൻ്റെ വിസ്മയ അതൊക്കെ സ്റ്റുഡിയോ ഒക്കെ നടക്കുന്നത് സാർ? ഞാൻ അത് നമ്മുടെ കേരളത്തിലെ തന്നെ ആദ്യത്തെ ഒരു DTS ഇതാണ്. നമ്മൾ സിനിമയിൽ നിന്ന് ഈ സമ്പാദിച്ച പണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഒക്കെ അതിലേക്ക് തന്നെ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരാളാണ്. ഞങ്ങൾക്ക് പ്രൊഡക്ഷനുണ്ട്, ഡിസ്ട്രിബ്യൂഷനുണ്ട്, പിന്നെ ഇത്തരം സ്റ്റുഡിയോകളുണ്ട്, പിന്നെ എനിക്കൊരു ആനിമേഷൻ സെൻ്ററുണ്ട്. ഈ കുട്ടികളെ ഈ 2D 3D ആനിമേഷൻ പഠിപ്പിക്കുന്ന സ്കൂളുണ്ട്. അപ്പോൾ എനിവേ അത് നന്നായിട്ട് കുഴപ്പമില്ല. ഞാൻ പിന്നെ എറണാകുളത്ത് ഞങ്ങളൊരു സ്റ്റുഡിയോ തുടങ്ങിയിട്ടുണ്ട്. കാര്യം കേരളത്തിലെ പണ്ട് ഈ കാര്യങ്ങൾക്ക് മുഴുവൻ മദ്രാസിനെ ആശ്രയിക്കണമായിരുന്നു. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ഇവിടെ ചെയ്യാം. ഇവിടെ ലാബുണ്ട്, പിന്നെ സൗണ്ട് റെക്കോർഡ് ചെയ്യാം, പാട്ട് റെക്കോർഡ് ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാം. നമുക്കൊരു ഫുൾ സിനിമ ഇവിടെ ചെയ്യാം. നമുക്ക് മദ്രാസിലേക്കേ പോകണ്ട. അപ്പോൾ പല ആൾക്കാരും ഇങ്ങോട്ടേക്ക് മാറിക്കഴിഞ്ഞു. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ കഴിഞ്ഞിട്ട് വേറൊരു സിനിമയും കണ്ടിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഓർത്തെടുത്ത് വീണ്ടും ലാൽ പറഞ്ഞു. സാർ ഇടയ്ക്ക് സിനിമകൾ കാണുന്നത് നല്ലതാണ്. തീരെ കാണാതിരിക്കാൻ പാടില്ല. എനിക്ക് കാണണമെന്ന് താല്പര്യമുണ്ട്, ഇതുണ്ട്. പക്ഷേ കാര്യം പിന്നെ ഇപ്പോൾ ഇത്രയും തിരക്കുള്ള ആൾക്കാരാണെങ്കിലും സിനിമയെ ഭയങ്കരമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. ഇതിൻ്റെ അവർ തീർച്ചയായിട്ടും സിനിമകൾ കാണുന്ന ആൾക്കാരുമുണ്ട്. ചില നല്ല സിനിമകൾ മാത്രം വേണമെങ്കിൽ കാണാനുള്ളൊരു സംവിധാനം സാർ ഉണ്ടാക്കണം. ഈ വ്യാഴക്കാഴ്ചകൾ ഞാനിടയ്ക്ക് വായിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് വേറെ എഴുതുമോ? എങ്ങനെയാണ് വ്യാഴദർശനം എന്ന് പറയുന്നത്? നമ്മുടെ പിന്നെ ജീവിതത്തിലുണ്ടായ ചില അനുഭവങ്ങളൊക്കെ വെച്ച് ചെയ്താണ് അവരതൊരു പിന്നെ ബുക്കായിട്ട് ഇറക്കിയിട്ടുണ്ട്, സമ്മോഹനം എന്ന് പറഞ്ഞത്. ഞാൻ ഇതിലൊക്കെ ഈ ഇപ്പം അങ്ങയോട് സംസാരിച്ച പല കാര്യങ്ങളും ഞാൻ അതിൽ പരാമർശിച്ചിട്ടുണ്ട്. കാര്യം നമ്മുടെ കൂടെ മിക്കവാറും ഫ്ലൈ ചെയ്യുന്ന സമയത്തായിരിക്കും ഓരോരുത്തർ സംസാരിക്കുന്നത്. ഒന്ന് വർത്തമാനം പറയുമ്പോൾ എവിടെ നിന്നാണ്, അപ്പോൾ അവർ വെളിയിലുള്ള ആളാണ്, സിംഗപ്പൂരിലുള്ള ആളാണ്, അവരുടെ വ്യൂ ആണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അത് അവർക്ക് എതിർക്കാൻ പറ്റുന്നില്ല. ഇല്ല, സാറ് പറഞ്ഞ പോലെ നമ്മൾ പറയും ഇത് തീർച്ചയായിട്ടും ഒരു വലിയ റെവല്യൂഷൻ ഉണ്ടായി, ഒരു വലിയ മാറ്റം ഉണ്ടായി. ഏതാണ്ട് ഇന്ത്യ എന്ന് പറയുന്ന ഒരു 2020 അല്ലെങ്കിൽ 2025 ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായി മാറാൻ പോകുന്നതാണ് ഇപ്പോഴത്തെ പ്രൊഡിക്ഷൻ. ഈ നോസ്ട്രഡാമസ് പ്രൊഡിക്ഷൻ എന്നൊക്കെ പറയുന്നതിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കേരളവും വലിയൊരു സ്ഥലമായിട്ട് മാറട്ടെ എന്ന് പ്രതീക്ഷിക്കാം. സാറിൻ്റെ കുട്ടികൾ പൊളിറ്റിക്സിലേക്ക് ഞാൻ അതിനകത്ത് ആരെയും പ്രോത്സാഹിപ്പിച്ചിട്ടുമില്ല, നിരുത്സാഹപ്പെടുത്തിയിട്ടുമില്ല.
എൻ്റെ രണ്ടാമത്തെ മോൾ അച്ചു ഇവിടെ പഠിക്കുന്ന സമയത്തൊക്കെ ഐസിയുലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം കല്യാണമെല്ലാം കഴിഞ്ഞ് ദുബായി പോയി ഇല്ല. എൻ്റെ മാനിപ്പം പിന്നെ ഡൽഹി പഠിക്കുകയാണ്. അപ്പോൾ അവിടെ NSUIയുടെ ഒക്കെ പ്രവർത്തനമൊക്കെ ആയിട്ട് ഉണ്ട്. ഞാൻ ലേയിലുള്ളപ്പോൾ അവിടെ ഇലക്ഷൻ നടക്കുകയായിരുന്നു. അന്ന് ആ ദിവസം എന്നിട്ട് 144 പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അവർ ഞങ്ങളെ പോലീസിനെ പോയി കണ്ട് അവർ ഞങ്ങൾക്ക് സ്പെഷ്യൽ പെർമിഷൻ തന്നു ഇതൊക്കെ നടത്തി. അത് ഞാൻ എന്നിട്ട് പറയുകയും ചെയ്തു. അതിന് മുമ്പ് ഞാൻ കാർഗിൽ ഷൂട്ട് ചെയ്യുന്ന സമയത്താണ് ആ ഗവൺമെൻറ് ഡിസോൾവ് ചെയ്തു പോയത്. അന്ന് ഈ അമർനാഥ് പ്രോബ്ലം വന്നിട്ട് ഓക്കെ. ഈ കാർഗിൽ എന്ന് പറഞ്ഞപ്പോഴാണ് കാർഗിൽ സിനിമ ഷൂട്ടിങ്ങിനൊക്കെ പോയതിന് ശേഷം ഈ നമ്മുടെ മിലിറ്ററിയുടെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് മിസ്റ്റർ മോഹൻലാൽ സൈനികരെയും അവരുടെ കുടുംബങ്ങളെയൊക്കെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില മനസ്സിലാക്കുന്നത്. അത് മാത്രമല്ല, ഞാൻ കുറേ ഞാൻ കണ്ട കാര്യങ്ങൾ എഴുതിയിരുന്നു. അപ്പോൾ അതിൽ തീർച്ചയായിട്ടും നമുക്കത് പോയി കഴിഞ്ഞാൽ മാത്രമേ അറിയാവുള്ളൂ. കാര്യം ഒരു ഹ്യൂമൻലി പോസിബിൾ അല്ലാത്ത ഒരു എൻവയൺമെൻറ്റിലാണ് അവിടെ നിൽക്കുന്നത്. അവർക്ക് അതായത് ഇത്രയും നല്ല ഈ ഒന്നാമത് പെട്ടെന്ന് കേരളവുമായിട്ട് നമ്മൾ തട്ടിച്ച് നോക്കുന്ന സമയത്താണത്. അവരിവിടെ ചങ്ങനാശ്ശേരിയിലോ തിരുവല്ലയിലോ അല്ലെങ്കിൽ പാലയിലോ ട്രിവാൻഡ്രത്ത് ഏറ്റവും നല്ല രസകരമായ ഒരു ഗ്രാമത്തിൽ നിന്നോ അല്ലെങ്കിൽ ടൗണിൽ നിന്ന് ഇതൊന്നും അല്ലാത്ത ഒരു ടെറൈനിൽ 2-3 വർഷം പോയി നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര. നമ്മുടെ പിന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒന്നും പ്രതീക്ഷിക്കാതെ ത്യാഗം കൊണ്ട് ജീവൻ പോലും ത്യജിച്ചിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളും അതുപോലെ ഇന്ന് നമ്മുടെ രാജ്യത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി ഈ സൈനികർ അനുഭവിക്കുന്ന കഷ്ടതകൾ, അവർക്ക് കുടുംബജീവിതമില്ല, അവർക്ക് സുഖമായിട്ട് താമസിക്കാൻ പറ്റുന്നില്ല, അവരനുഭവിക്കുന്ന ജീവിത ബുദ്ധിമുട്ടുകൾ, യാഥാർത്ഥ്യങ്ങളും അത് മനസ്സിലാക്കിയാൽ ഇന്ന് നമ്മുടെ ജനാധിപത്യത്തിൽ കാണുന്ന പല തെറ്റായ പ്രവണതകളും ഉണ്ടാവില്ല എന്ന് ഞാൻ പലർക്കും പ്രസംഗിക്കാറുണ്ട്. അത് മനസ്സിലാക്കാത്ത കുറച്ച് ആൾക്കാരെ നമുക്ക് ഇടയ്ക്ക് ഇവിടെയൊക്കെ ഒന്ന് കൊണ്ടുപോയി ഒരു ടൂർ. പിന്നെ വളരെ ദുഃഖകരമായ കാര്യങ്ങളാണ് നമ്മുടെ കേരളത്തിലുണ്ടാകുന്നില്ല ഈ ടെററിസം എന്നൊക്കെ പറയുന്നത്. ഞാൻ ആദ്യത്തെ ഒരു സിനിമ ചെയ്ത കീർത്തിചക്ര എന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് 13 ബ്ലാസ്റ്റുകളുണ്ടായി. ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ അടുത്ത് വരെ. ഇവിടെ ശ്രീനഗറിൽ. അപ്പോൾ ഒരു ടെററിസം എന്ന് പറയുന്നതിൻ്റെ ഭീകരത ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. കാര്യം നമ്മൾ രാവിലെ വണ്ടി എടുത്തിറങ്ങുമ്പോൾ ഫുൾ ആർമിയാണ് ആ റോഡ് മുഴുവൻ. ഒരു നമ്മുടെ സിസ്റ്റം ഒന്നുമല്ല, വേറെ തരത്തിലായിപ്പോയി. അതുപോലെയുള്ള ഒരു പ്രവണത കേരളത്തിലും വരുന്നു എന്ന് പറയുന്നൊരു ഷോക്കിംഗ് ന്യൂസാണ്. കുറേ ആൾക്കാരെ പിടിക്കുക അല്ലെങ്കിൽ വീണ്ടും. അപ്പം ഞാൻ പറയുന്നത് ഇതിൻ്റെ ഒരു പോലീസ് അല്ലെങ്കിൽ നമ്മുടെ നിയമം ഇതിനെ വളരെ കർശനമായിട്ട് ഇപ്പോഴേ ഇതിനെ നേരിട്ടില്ലെങ്കിൽ ഇത് വലിയ ഒരു. അതിന് എനിക്കൊരു വ്യക്തമായ അഭിപ്രായമുണ്ട്. നമ്മളിവിടെ നക്സലിസം നമ്മൾ ആദ്യം ഫേസ് ചെയ്ത ഒരു ഇതാണ് 60കളുടെ അവസാനവും 70കളുടെ ആരംഭമായിട്ട്. അന്ന് നക്സലത്തെ നേരിട്ടത് അന്ന് ശ്രീ കരുണാകരൻ ആഭ്യന്തരമന്ത്രി, അദ്ദേഹം വളരെ ശക്തമായിട്ടുള്ള പോലീസ് നടപടികളെടുത്തു. അതോടൊപ്പം അന്നിവിടെ യൂത്ത് കോൺഗ്രസും KSU ഒക്കെ വളരെ ശക്തമായിട്ട് ഇതിനെതിരെയുള്ള ഒരു മൂവ്മെൻ്റായിട്ട് വന്നു. അപ്പം ഈ ഭീകരവാദത്തിനാണെങ്കിലും നക്സലിസത്തിനെതിരായിട്ടാണെങ്കിലും ഒരു വശത്ത് നിയമ നടപടികൾ, കർശനമായ നിയമ നടപടി, ഒരു പിന്നെ നിയമ നടപടി എന്നേ പറയത്തുള്ളൂ. പക്ഷേ ആ നിയമ നടപടികൾ നടപ്പിലാക്കുന്നതിനകത്ത് ഒരു ദയാദാക്ഷിണ്യം ആവശ്യമില്ല. അതോടൊപ്പം ജനങ്ങളുടെ ഒരു കൂട്ടായ്മയും വേണം ഇതിനെതിരായിട്ടുള്ളൊരു ചിന്ത. കാരണം പിന്നെ നിയമം കൊണ്ട് മാത്രം, പോലീസിനെ കൊണ്ട് മാത്രം നിയന്ത്രിക്കാൻ സാധിക്കത്തില്ല. പക്ഷേ നമ്മൾ ഫലപ്രദമായിട്ട് നക്സലിസത്തെ ഇവിടെ തടയാൻ നമുക്ക് സാധിച്ചു. പശ്ചിമ ബംഗാൾ അവിടെ പരാജയപ്പെട്ടു. ആന്ധ്രയിൽ പുതിയതായിട്ട് നക്സലിസം വളർന്നു വന്നു. പക്ഷേ കേരളത്തിൽ വെസ്റ്റ് ബംഗാളിലും കേരളത്തിലുമാണ് ആദ്യം അവർ ലക്ഷ്യമിട്ടിരുന്നത്. പക്ഷേ കേരളത്തിൽ നമ്മൾ ഫലപ്രദമായിട്ട് അതിനെ തടഞ്ഞു നിർത്താൻ സാധിച്ചു. നിർത്തിയത് ഇതാണ്, ഒരു വശത്തൂടെ പോലീസ് നടപടി, മറുവശത്തൂടെ നമ്മുടെ ചെറുപ്പക്കാരുടെയും വിദ്യാർത്ഥികളുടെ ഇടയിൽ നടത്തിയ ശക്തമായിട്ടുള്ള പ്രവർത്തനം, രണ്ടും കൂടെ ഒന്നിച്ച് വന്നപ്പോഴത്തേക്ക് നമുക്ക് വിജയം കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ ഒരു മൂവ്മെൻറ്റ് ഇപ്പോൾ ഉണ്ടാകേണ്ട സമയമായിരിക്കും. നിശ്ചയമായിട്ടും അതെ. ഈ ഭീകരവാദത്തിനെതിരെ ഒരു വശത്ത് ശക്തമായ നിയമ നടപടി, അതുപോലെ തന്നെ പബ്ലിക്കിൻ്റെ പിന്നെ ഭാഗത്തു നിന്ന് ഉള്ളതുണ്ടാകും. ഞാനൊരു വളരെ ഇതായിട്ട് ചോദിക്കേണ്ട, അല്ലെങ്കിലും ഈ നിയമം ഇതിന് മാത്രമായിട്ട് നമ്മൾ വയ്ക്കുന്ന എന്തിനാണ്? എല്ലാ കാര്യത്തിലും ഇതേപോലെ ശക്തമായ ഒരു നിയമം കൊണ്ടുവന്നൂടെ? ഇപ്പോൾ ഏതാണ്ട് ഒരാൾ ഒരു റോങ് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്താൽ പോലും ചെറിയ ആൾക്കാർ വലിയ ആൾക്കാരെന്നുള്ള ഒരു സിസ്റ്റം മാറ്റിയിട്ട് വളരെ ഫോഴ്സ്ഫുൾ. ഇപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അങ്ങയുടെ മകൾ ദുബായിലാണെന്ന് പറയുന്നു.
ഞാൻ 25 വർഷമായിട്ട് പോകുന്നൊരു രാജ്യമാണ് അത്. അവിടെ അല്ലെങ്കിൽ സിംഗപ്പൂർ, ഞാൻ അവിടെയൊക്കെ പോകുമ്പോൾ ശ്രദ്ധിക്കുന്ന അവിടുത്തെ സിസ്റ്റം എന്ന് പറയുന്ന ഭയങ്കര ഫോഴ്സ്. അങ്ങനെ ഒരു സ്ഥലത്തൊരു സാധനം ഇടാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇട്ടാൽ അവൻ്റെ ഫൈൻ ചെയ്യുമല്ലേ. അതെ, ഇവിടെയും പിന്നെ നിയമത്തിൻ്റെ കുറവല്ല, നിയമം നടപ്പിലാക്കുന്നതിൽ ഇപ്പോൾ ഈ വരുന്നത് പോലുള്ള ഇതാണ്. നിയമം 2 വിധത്തിൽ നടപ്പിലാക്കുമ്പോഴാണ് ആളുകൾക്ക് റെസിസ്റ്റൻസ് വരുന്നത്. ഇവിടെ VIP-കളാണെങ്കിൽ അങ്ങനെ ഒരു സിസ്റ്റം പാടില്ലെന്നാണ് പറയുന്നത്. പാടില്ല. അപ്പോൾ നിയമം ഒരുപോലെ നടപ്പിലാക്കണം, എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. നിയമം എല്ലാവർക്കും ഒരുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാകും. ഇപ്പം അമേരിക്കയിലാണെങ്കിലും ഈ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആണെങ്കിലും ഞാൻ ധാരാളം പോയിട്ടുണ്ട്. അവിടെ നിയമം കർശനമായിട്ട് നടപ്പിലാക്കുന്ന സ്ഥലമാണ്. പക്ഷേ അവിടെ നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും ഒരുപോലെയാണ്. നമ്മുടെ എവിടെയും ആ ഒരു സിസ്റ്റം. നമ്മൾ നോർത്തിനെ പറ്റി ഒന്നും പറയുന്നില്ല, കാര്യം അവിടുത്തെ സിസ്റ്റമൊക്കെ വേറെ തരത്തിലായി പോയി. ഞാൻ പറയുന്നത് ഒരു ചെറിയ സ്റ്റേറ്റായ ഈ സ്ഥലത്ത് നമ്മൾ ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവരികയും വളരെ ഒരു പ്രത്യേക തരത്തിലുള്ളൊരു കേരളത്തിലേക്ക് കെട്ടിപ്പടുത്താൻ സാധിക്കണമെന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. അതെ, സിനിമയിലെ ഈ ഞാൻ പറഞ്ഞല്ലോ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കള ഞാൻ കണ്ടിരുന്നു എന്ന് പറഞ്ഞല്ലോ. അന്ന് ഒരു വില്ലനായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് മലയാള സിനിമയിൽ ഒരു വളരെ വേഗത്തിൽ നായകനായിട്ട് മാറി മുഴുവൻ ആളുകളുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയെന്ന് മാത്രമല്ല എല്ലാവരുടെയും സ്നേഹവും ആദരവും ഒക്കെ പിടിച്ചു പറ്റിയൊരു നായകനാണ് മിസ്റ്റർ മോഹൻലാൽ. ഈ ഓരോ വേഷം, ഓരോ റോള് എടുക്കുന്നതിനകത്ത് എന്തെങ്കിലും അഭിപ്രായം പറയുമോ, അതോ അതങ്ങ്? അല്ലാതെ ഇപ്പോൾ മലയാള സിനിമ എന്ന് പറയുന്നത് ഇതൊരു പ്രത്യേക തരത്തിലുള്ള ഒരു വ്യവസായം, ഒരു പ്രൊഫഷനാണ് സിനിമ എന്ന് പറയുന്നത്. ഇന്ത്യൻ സിനിമയുടെ സിസ്റ്റം തന്നെ വേറെ തരത്തിലാണ്. ഇപ്പോൾ പലപ്പോഴും മലയാള സിനിമയെ അല്ലെങ്കിൽ ഹിന്ദി സിനിമയായിട്ട് കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ഹോളിവുഡ് സിനിമയായിട്ടൊന്നും ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാര്യം എൻറ്റിറ്റി വൈസ് വളരെ ചെറിയൊരു സ്റ്റേറ്റാണ് സാർ. നമുക്ക് മാക്സിമം ഒരു 700-800 തിയേറ്ററിൽ ഇത് ഓടത്തുള്ളൂ കേരളത്തിൽ, അല്ലെങ്കിൽ മാക്സിമം 1000 തിയേറ്ററിൽ ഓടാം. പിന്നെ നമുക്ക് കുറേ കാലമായിട്ട് മിഡിൽ ഈസ്റ്റിൽ മാർക്കറ്റുണ്ട്, അമേരിക്കയിൽ ചെറിയൊരു മാർക്കറ്റുണ്ട്, യൂറോപ്പുണ്ട്. ഇത്രയേ ഉള്ളൂ മലയാള സിനിമ. പക്ഷെ ഞാൻ പലപ്പോഴും പല വേദിയിലും പറഞ്ഞിട്ടുള്ള ഇവിടെ നിന്നാണ് ഒത്തിരി പുതുതായിട്ടുള്ള കാര്യങ്ങളുണ്ടായത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആദ്യത്തെ ഒരു സിനിമാ സ്കോപ്പ് ചിത്രം, അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ ഉണ്ടായതിനു ശേഷം ഇമ്മീഡിയറ്റ് ഇവിടെയാണ് ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ ഒരു 70mm ചിത്രം ആദ്യം പ്രോസസ്സ് ചെയ്ത മലയാളത്തിലാണ്, അല്ലെങ്കിൽ ഒരു 3 ഡയമെൻഷൻ ചിത്രം. അതൊക്കെ ചെറിയ ഈ സ്റ്റേറ്റിൽ നിന്നാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. പിന്നെ ആദ്യത്തെ വേണമെങ്കിൽ ഒരു കോ പ്രൊഡക്ഷൻ ചിത്രം ഞാനാണ് ചെയ്തിരിക്കുന്നത് ഫ്രാൻസുമായിട്ട്, വാനപ്രസന്നൊക്കെ. അപ്പോൾ ഇത്തരം വലിയ കാര്യങ്ങൾ സിനിമയിൽ നടക്കുന്നുണ്ട്. അതൊരു വലിയ കാര്യം തന്നെയാണ്. എപ്പോഴും എല്ലാ വർഷവും ഈ നാഷണൽ അവാർഡിന് നമുക്കൊരു 5-6 നാഷണൽ അവാർഡുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ സിനിമ എന്ന് പറയുന്ന വ്യവസായത്തിന് പിന്നെ ഇതിനെ ഒത്തിരി പ്രോബ്ലം ഉണ്ട്. ഇപ്പോൾ അങ്ങ് മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒക്കെ നമ്മൾ പലപ്പോഴും വന്ന് കണ്ടിട്ടുണ്ട്, പല വഴക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാണ്. അപ്പോൾ അതിനും വളരെ ഒരു രസകരമായൊരു സമ്പ്രദായം വേണം. കാര്യം ഇപ്പോൾ മൾട്ടിപ്ലക്സസ് എന്ന് പറയുന്ന ഫോർ എക്സാമ്പിൾ അതിനൊന്നും പ്രോപ്പറായിട്ടുള്ളൊരു ലൈസൻസോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. അതെങ്ങനെ വരണമെന്ന് ഇപ്പോൾ മദ്രാസിലോ അല്ലെങ്കിൽ ബോംബെയിലൊക്കെ മൾട്ടിപ്ലക്സുകളും കാര്യങ്ങളും വന്നിട്ട് ടോട്ടൽ അവിടെയുള്ള ആൾക്കാരുടെ ജീവിത രീതി തന്നെ മാറുകയാണ്. അവർക്കൊരു സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള സാധനം വേണം. എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരിക്കലും തകരാൻ പോകുന്നില്ല. അത് ഏറ്റവും വലിയ ഇൻഡസ്ട്രി ആയിട്ട് മാറാൻ പോകുന്ന സാധനം. കാര്യം അവർക്ക് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും രീതിയിൽ കിട്ടിയേ പറ്റും. അപ്പോൾ അത്തരത്തിൽ സിനിമ എന്ന് പറയുന്ന മാധ്യമം അല്ലെങ്കിൽ ആ മീഡിയ അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള ആർട്ട് ഫോമിനൊക്കെ മാറാൻ ഇപ്പോൾ എനിക്ക് കഴിഞ്ഞ 30 അല്ലെങ്കിൽ 48 വയസ്സാണ് എനിക്ക്. ഞാൻ ഇത്രയും വർഷമായിട്ട് താമസിക്കുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഞാൻ പലപ്പോഴും പല സമയത്തും പല ആൾക്കാരോടും പറഞ്ഞു ഇവിടെ നല്ലൊരു സ്ഥലത്ത് പോയിരുന്ന് കാണാനായിട്ട് ഒരു പ്രോപ്പറായിട്ടൊരു ഫംഗ്ഷൻ നടക്കുന്ന ഒരു തിയേറ്റർ ഇല്ല സാർ. നമ്മുടെ ഇവിടെ എന്തോരം ഇപ്പോൾ നമുക്കുള്ളത് ടാഗോർ തിയേറ്റർ എന്ന് പറയുന്ന തിയേറ്ററാണ്. നമ്മളതൊരു എയർ കണ്ടീഷൻ ചെയ്തിട്ടില്ല, അന്ന് ഉണ്ടാക്കിയ അതുപോലെ തന്നെയാണ്. അതിനൊരു എൻഹാൻസ്മെൻറ്റ്, അതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റിങ്ങോ ഒരു കാര്യങ്ങളും നടന്നിട്ടില്ല. ഇപ്പോൾ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്, അതിന് നമ്മുടെ തലസ്ഥാന നഗരി വികസന പദ്ധതിപ്പെടുത്തി അതിൻ്റെ എല്ലാ വികസനത്തിനും വേണ്ടി പരിപാടികളൊക്കെ ആവിഷ്കരിച്ച അന്നേരത്തേക്ക് ഒത്തിരി ആക്ഷേപങ്ങൾ വന്നു, ആരോപണങ്ങൾ വന്നു. അതല്ലല്ലോ നമുക്ക് ശരിക്കും ഇപ്പോൾ പെർഫോമൻസ് സെൻറ്റർ എന്ന് പറയുന്ന സമയത്ത് പല ആൾക്കാർ വരും, അതിനൊരു കല സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിൽ ഭയങ്കര മാറ്റങ്ങളുണ്ടാവും. ഇപ്പം നമുക്ക് നല്ല സുഖമായിട്ടൊരു ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹോട്ടലിൽ പോയി ഇരിക്കുക എന്നുള്ളതല്ലല്ലോ, ഒരു നല്ല പ്രോഗ്രാം കാണണമെങ്കിൽ നമുക്ക് കേരളത്തിൽ നല്ല തിയേറ്ററുകളില്ല. അതിപ്പോൾ വന്നിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ലുലു സെൻറ്ററോ അല്ലെങ്കിൽ ഇപ്പോൾ
ലീ മെറിഡിയൻ എന്ന് പറയുന്ന പ്രൈവറ്റ് അങ്ങനെ ആൾക്കാരുടെ സ്ഥലത്ത് അത് എത്ര പേർക്ക് പോയി കാണാൻ പറ്റും, അല്ലെങ്കിൽ എത്ര പേർക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്തരം സിനിമ തിയേറ്ററുകളുടെ കാര്യങ്ങളും വളരെ സ്ട്രിക്റ്റായിട്ട് നമുക്ക് ഗവൺമെൻറ് നോക്കേണ്ടതാണ്. അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയെടുക്കും. ഒരാൾക്ക് പോയിട്ട് ഒരു പൈസ കൊടുത്ത് സിനിമ കാണാൻ അവന് അതിൽ അനുഭവിക്കാവുന്ന എല്ലാ സുഖങ്ങളും ഇല്ലെങ്കിൽ പിന്നെ അയാൾ പോയി കാണില്ല. അവർ കഷ്ടപ്പെട്ടിട്ടാണ് സിനിമകൾ കാണുന്നത്. നമ്മൾ ഈ സിനിമയിൽ അഭിനയിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ ഇത് പറഞ്ഞതേ ഉള്ളൂ. എന്നാൽ പിന്നെ നമുക്കൊരു ചായ കുടിക്കാം. ആയിക്കോട്ടെ. സാറിന് ഈയിടെ എന്തോ ഒരു ചായയുടെ വലിയൊരു വിവാദം ഉണ്ടായല്ലോ. സാർ ചായ വാങ്ങിച്ചു കൊടുക്കത്തില്ല. ഞാൻ ഇതാണ് ഈ അസംബ്ലിയിലെ മന്ത്രിമാരുടെയും പ്രതിപക്ഷ നേതാവിൻ്റെയൊക്കെ ചായ സൽക്കാരത്തിൻ്റെ കണക്ക് ചോദിച്ചു. അപ്പം ഞാൻ ചിലവൊന്നും വന്നിട്ടില്ല എന്ന് ഉള്ളതാണ്. അല്ല, ഇത് പിന്നെ മൊബൈൽ യൂസ് ചെയ്യാറില്ല അല്ലേ സാർ? അങ്ങനെ കുറേ വാച്ച് കെട്ടാറില്ല, അങ്ങനെ കുറേ പ്രത്യേകതയുള്ള ആളാണ്. അതിനുത്തരം പറയാതെ പ്രതിപക്ഷ നേതാവ് ഒഴിഞ്ഞുമാറി. പക്ഷേ കഥ അതല്ലല്ലോ. പ്രേക്ഷകർക്കായി ആ കഥ റീവൈൻഡിൽ. എനിക്ക് അതൊരു ഒരു അങ്ങ് ശീലിച്ചിട്ടുള്ള ഒന്നാണ്. എനിക്ക് ടൈം കൃത്യമായിട്ട് എനിക്കറിയാൻ പറ്റും. ഇനിയിപ്പം ഒരു ടൈമൊന്ന് അറിയണമെന്ന് വെച്ചാൽ ഈ ഓടിപ്പോകുന്ന വണ്ടിയിൽ നിന്നുകൊണ്ട് യാത്രക്കാരുടെ കയ്യിൽ നോക്കിയാൽ എനിക്ക്, കാരണം എനിക്ക് 5 മിനിറ്റോ 10 മിനിറ്റിൻ്റെയോ മാത്രമേ വ്യത്യാസം അറിയാനുള്ളൂ. 5 മിനിറ്റ് കഴിഞ്ഞോ അല്ലെ 10 മിനിറ്റ് നേരത്തെയാണോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതൊക്കെ എങ്ങനെയായാലും അറിയാനുള്ള. ആളിങ്ങനെ വന്ന് അവസാനം 7-ന് 5 മിനിറ്റ് ഉള്ളപ്പോഴാണ് ഞാൻ ഡ്രസ്സ് ചെയ്ത് ചെന്ന് നോക്കുമ്പം ഷർട്ട് മുഴുവൻ കരിമ്പൻ അടിച്ചിരിക്കുന്നു. ഒരു വിധത്തിലും ഇടാൻ നിർത്തിയില്ല. വേറൊരു ഷർട്ട് എടുക്കാൻ ഇവിടില്ല. ആളുകളെല്ലാം അയ്യോ ഇതങ്ങോട്ട് എങ്ങനെ ഇട്ടേ. അപ്പോൾ പുറത്തിറങ്ങാൻ മേലാത്ത വിധത്തിലുള്ള ഇതാണ്. ഞാൻ രണ്ടും കൽപ്പിച്ചങ്ങോട്ട് ഇറങ്ങി. അപ്പം എനിക്കൊരു ഐഡിയ ഉണ്ട്. അവിടെ ചെന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഏതാണ്ട് ചേരുന്ന ഒരാളെ അങ്ങോട്ട് പിടിച്ചു താനോട് വരാൻ പറഞ്ഞത്. അപ്പം VM മാത്യു എന്ന് പറഞ്ഞ് ഞങ്ങളുടെ പഞ്ചിക്കാട് മണ്ഡലത്തിൻ്റെ മണ്ഡലം പ്രസിഡൻ്റാണ്. അയ്യോ എനിക്ക് ഞാൻ വേറൊരിടത്ത് പോകാൻ നിൽക്കുക. ഞാൻ പറഞ്ഞു പറ്റില്ല, ഇങ്ങോട്ട് കയറാൻ പറഞ്ഞു. എന്നാൽ പിന്നെ പുള്ളി കൂട്ടത്തിൽ വന്നോട്ട് പറഞ്ഞു ഞാൻ പോയിച്ചപ്പോൾ ഇങ്ങ് വരുമെന്ന് പറഞ്ഞ് എൻ്റെ കൂടെ കാറിൽ കയറി. ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് വിട്ടേ ഉടനെ പറഞ്ഞു ഷർട്ടിങ് വരാൻ പറഞ്ഞു. നമ്മുടെ ശരീരപ്രകൃതിക്ക് പറ്റിയ ഒരാളായിരുന്നു ഈ മാത്യു അല്ലേ? കഥ ഷർട്ട് വാ എന്തോ പുള്ളിയുടെ ഷർട്ട് ഞാനും ഇട്ടു. എൻ്റെ ഷർട്ട് പുള്ളിക്കും കൊടുത്തു. താൻ കാറിൽ തന്നെ ഇരുന്നു, പുറത്തിറങ്ങണ്ട എന്നും പറഞ്ഞിട്ട് അവിടെ പതാക ഉയർത്തി തിരിച്ചിങ്ങ് പോകുന്നു. ഞാൻ വളരെയധികം സെക്രട്ടേറിയറ്റുമായിട്ട് ബന്ധമുള്ള ഒരാളാണ്. ഞാൻ എൻ്റെ മോഡൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ സ്കൂൾ കഴിഞ്ഞാൽ നേരെ അച്ഛൻ്റെ മുറി വന്ന് അന്നത്തെ മിനിസ്റ്റേഴ്സ് എല്ലാവരുമായിട്ടന്ന് പരിചയമുള്ള സാറ് CM ആയിട്ടിരുന്നപ്പോൾ, അല്ലെങ്കിൽ ധനകാര്യമന്ത്രി. പിന്നെ ഞാൻ വളരെ പെട്ടെന്ന് ഓർക്കുന്ന കാര്യം, സാറ് 2 മാസത്തോളമായിരുന്നു എന്തോ ആഭ്യന്തരമന്ത്രി. ആ സമയത്തായിരുന്നു ഒരു വലിയ റെവല്യൂഷൻ ഉണ്ടായത്. പോലീസ് ആൾക്കാരുടെ യൂണിഫോം മാറ്റം വരുത്തി അല്ലേ? അത് ഒരു വലിയൊരു സിസ്റ്റം ഒന്ന് ഭയങ്കര ഒരു വിവാദങ്ങൾ ഉണ്ടാക്കിയത്. കാര്യം ഇത്രയും ആൾക്കാരുടെ യൂണിഫോം മാറ്റുക എന്ന് പറയുന്നത് അതെന്തായിരുന്നു അങ്ങനെ? അത് എന്തായാലും അതിൻ്റെ പിന്നിൽ സ്ത്രീകളുടെ പരാതി കാണുമെന്ന് സ്വകാര്യത്തിൽ മോഹൻലാൽ കുസൃതി. എന്തായിരിക്കും ട്രാഫിക് ലൈറ്റിൻ്റെ അടിയിലൂടെ നടക്കേണ്ടി വരുന്ന കേരളത്തിലെ സ്ത്രീകളുടെ അവസ്ഥ? ഞാൻ എനിക്ക് വരുന്ന കത്തുകളെല്ലാം ഞാൻ വായിക്കും. ആ കത്തുകളിൽ പലതും വളരെ എനിക്ക് അപ്പോൾ എനിക്ക് ഒരു സ്കൂള് വിദ്യാർത്ഥി എനിക്ക് എഴുതി, ഈ ട്രാഫിക് ഐലൻഡിലൊക്കെ പോലീസുകാർ നിൽക്കുന്ന അവരുടെ ഡ്രസ്സ് മാറണം, ഇത് ഒരു ആവിഷ്കൃതമായിട്ടുള്ള ഇതാണ്. അതെന്നെ വളരെ ഇതാക്കി. ഇത് ഞാൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ കിട്ടിയതല്ല. ഞാൻ അതിനു മുമ്പ് തന്നെ ഞാൻ ഈ MLA എന്നൊക്കെ ഉള്ള നിലയിൽ നിൽക്കുന്ന സമയത്ത് അന്ന് മുതൽ എൻ്റെ മനസ്സിലുള്ള ഒരു ഐഡിയ, ഒരു ഇതാണ്, ഒരവസരം കിട്ടിയാൽ ഇതിനൊരു മാറ്റം വരുത്തണം. എനിക്ക് വളരെ കുറഞ്ഞ ആൾക്കാർക്ക് ഇപ്പം അതിൻ്റെ ഒരു ഈവൻ കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായി അത് മാറി. കാര്യം ഇത് രണ്ടും നമ്മൾ കണ്ടിട്ടുണ്ട്. അന്ന് അവരെ കളിയാക്കി വിളിക്കുന്ന പേരുകൾ വരെ ഉണ്ടായിരുന്നു. പിന്നെ സാറിനെ കുറിച്ച് വളരെയധികം യാത്രകൾ ചെയ്യുന്ന ആളാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അങ്ങ് മിനിസ്റ്ററായിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ടെലിവിഷൻ കാണുമ്പോൾ ഞാൻ വളരെയധികം യാത്ര ചെയ്ത ആളാണ്. ഇപ്പോഴാണല്ലോ കൂടുതൽ സൗകര്യങ്ങളുണ്ടായത്.
നമ്മുടെ കാറുകൾ ഓരോ കാറുകളും 2 ലക്ഷം കിലോമീറ്റർ 2 ലക്ഷം കിലോമീറ്റർ ഓടിക്കഴിയുമ്പോഴായിരുന്നു ഞാൻ പണ്ട് മാറ്റിക്കൊണ്ടിരുന്നത്. കാര്യം ഈ 30 വർഷം ഏറ്റവും കൂടുതൽ. അത് കഴിഞ്ഞ് അങ്ങും വളരെയധികം ട്രാവൽ ചെയ്യുന്ന ഒരാളായിട്ടാണ് കേട്ടിട്ടുള്ളത്. കേരളത്തിന് കൂടുതലും കേരളത്തിൻ്റെ അകത്തായിരിക്കാം. കൂടുതലും കേരളത്തിനകത്താണ്. ഞാൻ ഒരു വലിയ പ്രാസംഗികനോ വലിയൊരു വായനക്കാരനോ ഒന്നുമല്ല. എനിക്ക് പിന്നെ കിട്ടുന്ന അറിവുകളെന്ന് പറഞ്ഞാൽ ഈ വരുന്ന കത്തുകളെല്ലാം ഞാൻ വായിക്കും. പിന്നെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ ധാരാളം ആളുകളുമായിട്ട് ബന്ധപ്പെടും. അവരുമായിട്ടുള്ള ഒരു ആശയവിനിമയമൊക്കെ എനിക്ക് പ്രായോഗികമായിട്ട് ഒത്തിരി പ്രയോജനം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനുള്ള അവസരങ്ങളൊന്നും ഞാൻ കഴിയുന്നത്ര കളയത്തില്ല. പുറത്ത് മഴ പെയ്യാൻ തുടങ്ങി. ചോദ്യങ്ങൾക്കും ഉത്തരങ്ങൾക്കുമിടയിൽ അവരതറിഞ്ഞതേയില്ല. ഇതൊരു ചോദ്യങ്ങളല്ല, ഇത് ശരിക്കും നമുക്ക് ഒരു പക്ഷേ കുറേ നാളായിട്ട് ആരോടെങ്കിലും പറയേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ഒരു ചേട്ടനോടോ അല്ലെങ്കിൽ ഒരു എന്താ പറയണ്ടേ നമ്മുടെ സ്വന്തത്തിലുള്ള ഒരാളോടോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരാളോടോ പറയാൻ തോന്നിയ ചില കാര്യങ്ങൾ ഷെയർ ചെയ്തതെന്നേ ഉള്ളൂ. അത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. നിശ്ചയമായിട്ടും അത് പിന്നെ നമ്മുടെ സമൂഹത്തിൽ നടപ്പിലാക്കേണ്ടതാണ്. അത് ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടതും കൺസിഡർ ചെയ്യേണ്ടതുമാണ്. നിശ്ചയമായിട്ടും ഒരവസരം ഉണ്ടായാൽ അത് നിശ്ചയമായിട്ടും അത് ചെയ്യും. സ്ഥിരമായ താമസം ഞാൻ തിരുവനന്തപുരത്ത് എൻ്റെ അമ്മയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഞാൻ എറണാകുളത്ത് താമസിക്കാറുണ്ട്. എൻ്റെ കുട്ടികളൊക്കെ ഊട്ടിയിലാണ് പഠിക്കുന്നത്. പിന്നെ മദ്രാസിൽ താമസിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിരം ഇപ്പോൾ ഓരോ സിനിമയുടെ സംബന്ധമായിട്ട് ഓരോ സ്ഥലങ്ങളിൽ പോവുകയും നമ്മളുടെയും ഈ സാറിനെ പോലെ ഓരോ ദിവസം കഴിയുമ്പോഴും തിരക്കുകൾ കൂടിക്കൂടി വരികയാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നില്ല. സാറ് പിന്നെ ഇത്രയും വർഷത്തെ കാര്യങ്ങളിലൊക്കെ ഈ ആരോഗ്യം രാവിലെ നടക്കാമ്പോൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്നുമില്ല. പക്ഷേ ഞാൻ എൻ്റെ റൊട്ടീൻ പ്രവർത്തനത്തിനിടയിൽ ധാരാളം നടക്കേണ്ടി വരും. ഒരു ഓഫീസിലിരുന്നുകൊണ്ടല്ലെങ്കിൽ ഒരിടത്ത് നിന്നുകൊണ്ടുള്ളൊരു പ്രവർത്തനം അല്ലാത്തത് കൊണ്ട് എൻ്റെ ഒരു ദിവസത്തെ പ്രവർത്തനത്തിനിടയിൽ ആകെ കൂടി വരുമ്പോൾ കുറേ അധികം നടപ്പും കുറേ. അന്ന് ഒരു വലിയൊരു സെൻസേഷനാണ് അങ്ങ് എവിടെയോ പോയിട്ട് ഒന്ന് സ്ലിപ്പ് ചെയ്ത വീണ കാര്യങ്ങളൊക്കെ. ഞാനങ്ങ് ഈ ഡാവോസിലെ ലോക സാമ്പത്തിക സമ്മേളനത്തിൽ വേൾഡ് എക്കണോമിക് ഫോറത്തിൻ്റെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പോയതാണ്. എന്നെ അവിടെ ചെന്നപ്പം തന്നെ നല്ല മഞ്ഞുകാല. ഇന്ത്യൻ എംബസിയിൽ നിന്നുള്ളവരെ എന്നെ അഡ്വൈസ് ചെയ്തു. ഞാൻ ഇട്ടോണ്ടി എന്ന ഈ ഷൂസ് അവിടുത്തെ മഞ്ഞിന് ഒട്ടും പറ്റിയതല്ല. അപ്പോൾ ഷൂസ് മാറണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മാറത്തില്ല, ഇങ്ങനെ ഇതായിപ്പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അവരെനിക്ക് ആ ഷൂസ് പിടിപ്പിക്കാനുള്ള ഗ്രിപ്പ് കിട്ടാനുള്ള ചെയിൻ തന്നു. ഞാനപ്പോൾ ഇതിനു മുമ്പും നെതർലൻഡ്സിലൊക്കെ ഇതിനേക്കാൾ വലിയ മഞ്ഞുള്ള സമയത്ത് പോയിട്ടുണ്ട്. എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. ഞാനതുകൊണ്ടൊരു കൂടിയ ഒരു ആത്മവിശ്വാസത്തോടു കൂടി ആ ഒരു കരുതൽ നടപടി ഒന്നും എടുത്തു. പക്ഷേ ഈ മഞ്ഞ് കാണുന്ന ഈ വെള്ള നിറം കാണുന്നിടത്ത് ഞാൻ വളരെ സൂക്ഷിച്ചാൽ പോയിരുന്നു. എനിക്കൊരു കുഴപ്പവും പറ്റിയില്ല. ഇതിനേക്കാൾ അപകടം പിടിച്ച സ്ഥലത്തൂടെ ഞാൻ പോയതാണ്, ഒന്നും പറ്റിയില്ല. പക്ഷേ ബ്ലാക്ക് ഐസ് അത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല. അത് ഇങ്ങനെ മെൽറ്റ് ചെയ്ത് നമ്മുടെ ടാറിൻ്റെ മുകളിൽ കിടക്കും. നമുക്ക് അറിയാനേ ഒക്കത്തില്ല. പക്ഷെ വളരെ വേഗത്തിൽ തെന്നുന്ന ഇതാണ്. അങ്ങനെ ഈ ബ്ലാക്ക് ഐസാണ് എന്നെ ചതിച്ചത്. സാർ ഇതിൽ ഇപ്പോൾ പറഞ്ഞപ്പോഴേ ഈ ലോകത്തിലെ സെക്കൻഡ് ഇൻഹാബിറ്റഡ് പിന്നെ കോൾഡസ്റ്റ് പ്ലേസ് ഇൻ ദ വേൾഡാണ് ദ്രാസ് എന്ന് പറയുന്നത്. ഇന്ത്യയിലാണ്. പിന്നെ ഇത് ഒരു ചോദ്യമല്ല സാറ്. പിന്നെ ഇത്രയും വർഷമായിട്ട് വലിയൊരു പെട്ടെന്നൊരു പദവിയിലെത്തുക, മുഖ്യമന്ത്രി അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൽ നിന്ന് മാറി. അപ്പോൾ അതൊരു പ്രത്യേക ഒരു മാനസികാവസ്ഥയല്ലേ? വീണ്ടും അതിലേക്ക് തിരിച്ചു വരാനും വീണ്ടും നമ്മൾ ഉദ്ദേശിച്ച പല കാര്യങ്ങൾ നടക്കാതെ പോയതിൻ്റെ സങ്കടവും അത് നടപ്പിലാക്കാനുള്ള ഒരു വ്യഗ്രതയൊക്കെ ഉള്ളൊരു വളരെ സ്ട്രേഞ്ചായിട്ടുള്ള ഒരു മനസ്സിൻ്റെ ഉടമയായിട്ട് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഉള്ളത് പിന്നെ ചില കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിശ്ചയിച്ച ആ കാര്യങ്ങൾ പ്രായോഗിക തലത്തിൽ പോകാത്തതിൻ്റെ ഒരു പ്രയാസവും നിരാശയും എൻ്റെ മനസ്സിലുണ്ടാകും. പക്ഷെ ഒരു സ്ഥാനം പോയതിൻ്റെ പേരിൽ ഒരിക്കലും ഞാൻ നിരാശപ്പെടില്ല. കാരണം ഞാൻ പ്രത്യേകിച്ചൊരു സ്ഥാനം എന്നുള്ളതല്ല, പാർട്ടി ഏൽപ്പിക്കുന്ന ഏത് ഉത്തരവാദിത്വം ഞാൻ നിറവേറ്റു. ആ ഏത് സ്ഥാനമാണേലും അതിനോട് ആത്മാർത്ഥത കാണിക്കുക, അതിൽ അങ്ങ് ഇൻവോൾവ് ചെയ്തങ്ങ് പ്രവർത്തിക്കുക. ഇപ്പോൾ നമുക്കൊരു സിനിമ വളരെയധികം കഷ്ടപ്പെട്ട് നമ്മൾ ജോലി ചെയ്ത് കഴിഞ്ഞിട്ട് അതിനൊരു പ്രോപ്പർ റിസൾട്ട് കിട്ടാതെ നമുക്ക് സങ്കടം വരും. പക്ഷേ ആ സങ്കടത്തിനെ അടുത്ത ഒരു സിനിമ കൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. പക്ഷേ അങ്ങയുടെ കാര്യത്തിൽ അല്ല, നമ്മളൊരു വലിയ പ്രോജക്റ്റ്, ഒരു ഡ്രീം പ്രോജക്റ്റ് കൊണ്ടുവരികയും
അത് നമ്മളെല്ലാം ശരിയാക്കിയിട്ട് നമ്മളവിടെ നിന്ന് മാറേണ്ടി വരുന്ന സമയത്ത് മറ്റ് പുതുതായി വരുന്നവർ അതിനെ എതിർക്കുകയും നടപ്പാക്കാതെ പോവുകയും ചെയ്യുന്നത് വളരെ സങ്കടകരമായ ഒരു കാര്യമല്ലേ? പിന്നെ അതൊക്കെ നമ്മളെ മനസ്സിനെ വേദനിപ്പിക്കും. പക്ഷേ അതൊന്നും നമ്മുടെ ഒരു പ്രവർത്തനത്തെ അത് ബാധിക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കത്തില്ല. കാരണം എനിക്കൊരു തിയറി ഉള്ളത്, രാഷ്ട്രീയത്തിൽ പല പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വിജയത്തിൽ അമിതമായി സന്തോഷിക്കരുത്, അതെ, പരാജയത്തിൽ നിരാശപ്പെടരുത്. അമിതമായി സന്തോഷിച്ച് അഹങ്കരിച്ച് നിൽക്കുന്നവർക്ക് നാശമാണ്. അതുപോലെ തന്നെ മാത്രമല്ല എല്ലായിടത്തും, അതെ, എല്ലായിടത്തും ബാധകമാണ്. അപ്പം ഞാൻ ഒരു പ്രത്യേകിച്ച് ഈ രംഗത്തെ സംബന്ധിച്ചിടത്തോളം എനിക്കുള്ള ഒരു ഇതാണ്. അതുപോലെ തന്നെ പരാജയം, ഡെമോക്രസിയിൽ പരാജയം ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ ജീവിതത്തിൽ പരാജയം ഇല്ലാതിരിക്കുക. പരാജയത്തിൽ നിരാശപ്പെട്ട് എല്ലാം തകർന്നു എന്നുള്ളൊരു ഭാവത്തിൽ നിൽക്കുന്നവർക്കും പ്രവർത്തിക്കാനൊക്കെ. ഇത് രണ്ടും ഇല്ലാത്ത ഒരു മാനസിക സ്ഥിതി ആർജിച്ചുകൊണ്ടേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കത്തില്ല. അത് ഒരു എന്താണ്, ഇപ്പോൾ പെട്ടെന്നൊരു ഫിലോസഫി പറയല്ലേ, അതിനൊരു ഭയങ്കര ഒരു ബുദ്ധിസ്റ്റ് ഫിലോസഫിയാണ് സാർ പറഞ്ഞത്. അത് മിഡിൽ എന്ന് പറയും, ബീയിങ് എന്ന് പറയുന്നൊരു സ്റ്റേറ്റാണ്. ഏറ്റവും താഴെ അല്ല, ഏറ്റവും മുകളിലല്ലാതെ ഒരു സസ്പെൻഡഡ് ആയിട്ട് നിൽക്കുക എന്ന് പറയുന്നൊരവസ്ഥയാണ്. അതായത് വിജയത്തിൽ വളരെ ആഹ്ലാദിക്കാതെയും പരാജയത്തിലധികം ആഹ്ലാദിച്ചാൽ നിശ്ചയമായിട്ടും നമ്മൾ അഹങ്കരിക്കും. പിന്നെ നമ്മുടെ മനസ്സും നമ്മുടെ കാഴ്ചപ്പാടും ഒക്കെ വ്യത്യസ്തമായിട്ടുള്ള നിലയിലായിരിക്കും. അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെയാണ് നിരാശപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ഉത്തരവാദിത്വം നിറവേറ്റാൻ സാധിക്കത്തില്ല. സാറിന് വളരെ ഒരു പ്രത്യേക ഒരു മാനസികാവസ്ഥ ജീവിക്കുന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ വളരെ പോസിറ്റീവ് തിങ്കിങ്ങിലും വളരെ ഒരു ദാർഢ്യത്തോടുകൂടിയും വളരെ എന്താ പറയേണ്ടത്, ഒരു വലിയ റെവല്യൂഷൻ കേരളത്തിൽ ഉണ്ടാക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് മോഹൻലാലിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഞാൻ വളരെ സൂക്ഷ്മമായിട്ട് വീക്ഷിക്കുന്ന ആളാണ്. ജനങ്ങളുടെ ഇടയിൽ ഒരു വലിയ അപ്രീസിയേഷൻ പിടിച്ചു പറ്റിക്കൊണ്ട് മുമ്പോട്ട് നീങ്ങുന്നു. അത് ഇനിയും വളരെ കൂടുതൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്ന് പ്രവർത്തിക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അവസാനം പതിവ് പോലെ ആശംസയുടെ സ്ക്രിപ്റ്റുമായി ലാലേട്ടനരികിൽ. ഇവര് നമ്മളെ കിട്ടുമ്പോൾ എല്ലാം എടുക്കും. ഊണ് കഴിക്കാൻ പോകും. എന്താ എടുക്കാണ്ട് വാത്സല്യ നിമിഷങ്ങൾ എന്ന് പറയുന്നത്, അതങ്ങനെ പറയാം. സ്ക്രിപ്റ്റിൽ ഒരല്പം മാറ്റം വേണം. ലാലേട്ടനല്ലേ, ആയിക്കോട്ടെ. തിരുപ്പിറവിയുടെ ഈ വാത്സല്യ നിമിഷങ്ങൾ പ്രണയത്തിൻ്റെ സമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും പുതുവത്സരാശംസകൾ. പോരെ, ആദ്യം പ്രണയം പറഞ്ഞോട്ടെ. ഗ്രേറ്റ് സാർ. Jai Hind TV, for the family, for the nation.